ഇരട്ടയാർ ശാന്തിഗ്രാം സ്കൂൾ സ്റ്റേഡിയത്തിനെ പച്ചപ്പണിയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ.എ ഗ്രൗണ്ടിൽ പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് ഒരു സ്റ്റേഡിയത്തിന്റെ ഇവിടെ നമ്മുടെ കായിക പ്രേമികളായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കായികപരമായുള്ള കഴിവുകളുള്ള കുട്ടികളുടെ നിരവധിയായ മുന്നോട്ടുള്ള ഭാവിയിലേക്ക് അവർക്ക് ഏറ്റവും ഗുണകരപ്രദമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ മഴയായി കഴിഞ്ഞാൽ വളരെ ചെളിക്കുണ്ടായും അത് വേനൽക്കാലമായ പൊടി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനമേകുന്നതിനും നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ് സാറിന്. ഞങ്ങൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ശാന്തിഗ്രാമിലുള്ള ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ശാന്തിഗ്രാം സ്കൂൾ സ്റ്റേഡിയത്തിൽ ശാന്തിഗ്രാം സ്പോർട്സ് അസോസിയേഷൻ, മെസഞ്ചർ സിറ്റി ഫുട്ബോൾ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പൊതുജന സഹകരണത്തോടെയാണ് പുല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നത്. 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറ പൂർണ്ണമായും നിരപ്പില്ലാത്തതിനാൽ ഇവിടെ കളിക്കുന്നവർക്ക് പലപ്പോഴും പരിക്ക് പറ്റുന്നുണ്ട്. കൂടാതെ വേനൽക്കാലത്തെ രൂക്ഷമായ പൊടിശല്യവും മഴക്കാലത്തെ ഗ്രൗണ്ടിലെ ചെളിയും ഗ്രൗണ്ട് ലെവൽ ചെയ്ത് പുല്ല് വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ ഒഴിവാകും. ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ സംരംഭം പൊതുജന പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ലിപ്പുലിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം റോസമ്മ മാത്യു, പരിസ്ഥിതി പ്രവർത്തകരും ഗാന്ധി സ്കൂൾ PTA വൈസ് പ്രസിഡന്റുമായ സജിദാസ് മോഹനൻ, ഗാന്ധി സ്കൂൾ HM ഇൻചാർജ് ഉഷ ടീച്ചർ, സ്പോർട്സ് അസോസിയേഷൻ, ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.